അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു നമ്മുടെ ഈ ഒരു ചാനലിലേക്ക്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഗൊയ്ത്തെ സീറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ബട്ട് ഇതിൻ്റെ അകത്ത് എൻ്റെയർ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് A1 to C2 വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആക്കാൻ നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നമ്മൾ ഒരു റീച്ചോ അതിന് വേണ്ടിയൊന്നുമല്ല, നമ്മളൊരു ഇൻഫർമേഷൻ എപ്പോഴും സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് ഏതൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആയിട്ടുള്ള ഒരു ബുക്കിംഗ് പ്രൊസീജിയേഴ്സ് എൻ്റെയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ മാക്സ് ബുള്ളർ ഭാവൻ്റെ അണ്ടറിൽ വരുന്ന ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ 6 മെയിൻ ഗോയിത്തെ സെൻറ്റേഴ്സ് ആണ്. അതിൽ മെയിനായിട്ട് ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, പൂനെ എന്നിവ സെൻറ്ററുകളാണ്. ഡൽഹിക്ക് സബ് സെൻറ്റേഴ്സ് ഉണ്ട്. ഗുരുഗ്രാം, പഗ്വാര, ജയ്പൂരിലൊക്കെ അവർ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ചെന്നൈയുടെ സബ് സെൻറ്ററാണ് തിരുച്ചിയിൽ എക്സാം അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ പൂനെയുടെയാണ് ഗോവ, കോലാപൂർ എന്നിവ സബ് സെൻറ്ററുകൾ. അതുമാത്രമല്ലാണ്ട് കോഓപ്പറേറ്റീവ്സ് സബ് സെൻറ്റേഴ്സായ കോയമ്പത്തൂർ, ഹൈദരാബാദ്, നമ്മുടെ കൊച്ചി, ട്രിവാൻഡ്രം സെൻറ്റേഴ്സുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ആദ്യം പറഞ്ഞ 6 സബ് സെൻറ്റേഴ്സാണ്. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, പൂനെ എന്നീ സെൻറ്റേഴ്സിലെ ബുക്കിംഗ് പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഈ ഒരു ഇതിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ കോയമ്പത്തൂർ, ഹൈദരാബാദ്, കൊച്ചി, ട്രിവാൻഡ്രത്തിൻ്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൈൻ ഗോയിത്തേൽ ID ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളൊരു എൻ്റെയർ പ്രൊസീജിയർ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ. അതിനായി നമ്മൾ മസ്റ്റ് ഓഫ് ഓൾ ഗൂഗിളിൽ എടുത്തതിന് ശേഷം മൈൻ ഗോയിത്തെ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഈ മൈൻ ഗോയിത്തേൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മുടെ ഇമെയിൽ ID, പാസ്വേഡ്, നമ്മുടെ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ ചൂസ് ചെയ്തതിന് ശേഷം ഇന്ത്യ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ആ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ ID ക്രിയേറ്റ് ആവുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് ക്രിയേറ്റ് ആവുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൽ IDയിലോട്ട് വരുന്ന ഒരു ലിങ്ക് ഉണ്ട് നമ്മുടെ മെയിൽ IDയിലോട്ട് വരുന്നത്. ആ ലിങ്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെയിൽ IDയിൽ നിന്നും ഈ ഒരു മെയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ സെർവർ അത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻ ഗോയിത്തെ IDയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇതായിട്ട് ലോഗിൻ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ആ കൊടുത്ത പാസ്വേഡും IDയും കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ എക്സാംസിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെ ഈ ഒരു ID ആണ് നമ്മുടെ മൈൻ ഗോയിത്തെ ID എന്ന് പറയുന്നത്. ഈ ID ക്രിയേറ്റ് ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഗോയിത്തെ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പൂനെ ഗോയിത്തേയിൽ നമ്മളൊരു സ്ലോട്ട് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസിൽ 3 മൊഡ്യൂൾസ് കാണുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ അവിടെ അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 3 മൊഡ്യൂൾസിൽ നമുക്ക് മൊഡ്യൂൾസ് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് B2ൻ്റെ ആണ് കാണിക്കുന്നത്, സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെലക്ട് ചെയ്തതിൻ്റെ ഓപ്ഷൻ നമുക്കിപ്പം ഒരു എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ഹ്യോറൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, ഏത് പ്രൊസീജിയറിലൂടെയാണ് നമുക്ക് പോകുന്നത്, ഈ ഒരു കംപ്ലീറ്റ് ബുക്കിംഗ് പോകുന്നത് എന്ന് നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ അവൈലബിൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട മൊഡ്യൂൾ ചൂസ് ചെയ്യുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ബുക്ക് ഫോർ മൈ സെൽഫും അതുപോലെ തന്നെ ബുക്ക് ഫോർ മൈ ചൈൽഡും ഉണ്ട്. അതിൽ ബുക്ക് ഫോർ മൈ സെൽഫ് ആയിരിക്കും നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ ഗോയിത്തെ ID, അതായത് നമ്മുടെ ഇമെയിൽ ID ആയിരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. ആ ഇമെയിൽ IDയും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് നമ്മൾ കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വരുന്നത്. അല്ലാണ്ട് നേരത്തെ ചെയ്തവർക്ക് ഇത് വരില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കറക്റ്റായിട്ട്, അതായത് പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽസിന് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാസ്പോർട്ട് അനുസരിച്ച് ഫില്ലപ്പ് ചെയ്യാൻ പറയുന്നത്.
അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് കാണിക്കുന്നതാണ് ഈ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ ഓപ്ഷൻ നമ്മൾ ആ ഒരു ഓപ്ഷന് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും കണ്ടിന്യൂ കൊടുക്കുമ്പോൾ. ആ കണ്ടിന്യൂവിൽ നമ്മുടെ എമൗണ്ട് കാണും, B2 എല്ലാ കാര്യങ്ങളും കാണും. അതിനുശേഷം നമ്മൾ ഏതൊക്കെ പ്രൊസീജിയർ ത്രൂ ആണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, വിസ കാർഡും മാസ്റ്റർ കാർഡും ത്രൂ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഗോയിത്തെ എക്സാംസ്. അപ്പം ക്രെഡിറ്റ് കാർഡെന്ന് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കണ്ടിന്യൂ ഓപ്ഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന നമ്മുടെ ഏതാണോ ഓർഡർ ടു സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് വിൻഡോയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ടു സബ്ജക്റ്റ് കൊടുക്കാണ്ടിരുന്നാൽ പോകത്തില്ല, ഇത് ബുക്കായെന്നല്ല. കൊടുത്തതിന് ശേഷം നമുക്കിത് ചില സെൻറ്റേഴ്സിൽ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് മൊഡ്യൂൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട്, ചില സെൻറ്റേഴ്സിൽ അതില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്ഷനുള്ള സെൻറ്റേഴ്സും ഉണ്ട്. ബട്ട് ചില സമയത്തായിരിക്കും അത് എനേബിൾ ആവുന്നത്. ചിലപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ID ഉള്ളതുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എനേബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമ്മൾ ആ ഓർഡർ ടു സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മുടെ കാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കുക. ക്രെഡിറ്റ് കാർഡ്, വിസ കാർഡ് ആയിരിക്കണം, മാസ്റ്റർ കാർഡ് ആയിരിക്കണം. ഇതിന് ശേഷം നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നേരെ പോകുന്നത് ഈ പേയ്മെൻറ്റ് വാളിൻ്റെ ഒരു ബിൽ ഡെസ്കിൻ്റെ ഒരു വിൻഡോ ആയിരിക്കും. ഈ വിൻഡോയിൽ നെയിം ഓഫ് കാർഡ്, നമ്മൾ ഏത് കാർഡാണോ യൂസ് ചെയ്യുന്നത് ആ കാർഡിലുള്ള നെയിം, കാർഡ് നമ്പർ, എക്സ്പയറി, CVV നിങ്ങൾക്കറിയാമായിരിക്കും. ഇതൊക്കെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കുക എത്ര എമൗണ്ട് ആണ്. 5300 ആണ് ഒരു മൊഡ്യൂളിന് വരുന്നത്, 2 മൊഡ്യൂളിന് B2ന് 10600, 3 മൊഡ്യൂളിന് 15900 എക്സാം ഫീ വരുന്നത്, 4 21200 അങ്ങനെയാണ് ടോട്ടൽ വരുന്നത്. ഇനിയിപ്പോൾ B1 ആണെങ്കിൽ ഒരു മൊഡ്യൂൾ വരുന്നത് 4700 അപ്പോൾ അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. A1 ആണെങ്കിൽ ഇങ്ങനെയല്ല വരുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. A2 ആണെങ്കിലും ഇങ്ങനെയല്ല വരുന്നത്, കാണിച്ചു തരാം. A2 ആണെങ്കിൽ 10600 എക്സാം ഫീ വരുന്നത്. A1 ആണെങ്കിൽ 9400 വരുന്നത്. ഇത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷൻ B2ൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സെയിം പ്രോസസ്സ് തന്നെ, ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് A1നും A2നും B1നും B2നും മൈൻ ഗോയിത്തയിൽ വരുന്നത്. നമുക്ക് ക്യാൻസൽ ചെയ്യും ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി പോകുന്നു. ഇപ്പം ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ടിപ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു വിൻഡോ നമുക്ക് ഡെസ്ക്ടോപ്പ് ആക്കിയാണ് ഞാൻ ചെയ്ത് കാണിച്ചേക്കുന്നത്. മൊബൈൽ ഫോണിലാണ് ഇത് എടുത്തേക്കുന്നത്, മനഃപൂർവ്വം എടുത്താണ് മൊബൈൽ ഫോണിൽ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കൂടുതലും ആൾക്കാർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി. ഇതാണ് A2ന് വരുമ്പോൾ ഇങ്ങനെ ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും, സെലക്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലായിരിക്കും. ഇപ്പോൾ ഒരു A2ൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു A1 എൻട്രിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ A1ൽ ഒരു ഫിറ്റിൻ എക്സാമാണ്, 4 എണ്ണം കൂടെ ഒരുമിച്ചുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇതിന് വരുന്നത് 9400 എക്സാം ഫീ വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മുമ്പ് ചെയ്ത പോലെ തന്നെയുള്ള സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി തന്നെ ഒരു ID ക്രിയേറ്റ് ആക്കിയതാണ്, ഈ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ബൈക്ക് അടിച്ച് നമ്മൾ ഇറങ്ങി. അതുപോലെ എല്ലാ സെൻറ്ററിലെയും നമുക്കിങ്ങനെ മാറി മാറി ഷിഫ്റ്റ് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പറയത്തക്ക പാടായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ A2ൻ്റെ എടുത്തു. A2ൻ്റെ ഇതുപോലെ തന്നെ സെയിം തന്നെയാണ്. ഇത് A2 ഫിറ്റിനായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് പല സെൻറ്റർ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിടക്കുന്ന സെൻറ്റേഴ്സിനെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. ഇതുപോലെ തന്നെ B1 ആണ്, സെലക്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സെലക്ട് മൊഡ്യൂൾ എടുക്കുമ്പോൾ നമുക്ക് ഇത് ഈ മൊഡ്യൂൾ ചൂസ് ചെയ്യാം. ഇത് ഫുൾ മൊഡ്യൂളായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഫുൾ മൊഡ്യൂളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണമെങ്കിൽ, വേണ്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തെ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇനി ഇത് നമുക്ക് അടുത്തൊരു പ്രൊസീജിയർ പറയാനാണെങ്കിൽ, ഇനിയിപ്പം B1 B2 നമുക്ക് ആ താഴെ നിങ്ങൾക്ക് കാണാം, അവിടെ താഴെ കാണിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ എല്ലാ നമ്മുടെ സെൻറ്റേഴ്സിൻ്റെ പേരുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്കി എല്ലാ സെൻറ്റേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ C1 ആണെങ്കിൽ C1നും ഇതുപോലെ തന്നെയാണ്. ഇപ്പം നിലവിൽ അവൈലബിലിറ്റി ഉള്ളൊരു സെൻറ്റർ എടുത്ത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ബുക്ക് ആവുന്നത്, ഇതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം കാണിച്ചു തരുന്നതാണ് ഇതെല്ലാം. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഗോയിത്തെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്, വളരെ എളുപ്പമുള്ള പ്രോസസ്സാണ്. പിന്നെ C2 ആണെങ്കിലും അപ്കമിങ് ഡേറ്റ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഏത് ഡേറ്റിലാണ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള പണിയൊന്നുമല്ല. ഇനിയും രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങൾ ബുക്കാക്കി, ഇപ്പം ഞാനിപ്പോൾ ആ ഒരു ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ സെൻറ്ററും നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കാണാൻ പറ്റും നിങ്ങൾക്കത് നോക്കുമ്പോൾ. ഇപ്പം ഞാനിത് ന്യൂഡൽഹിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ പൂനെയിലോട്ട് തിരിച്ചു പോകുന്നു, കൊൽക്കത്ത, പൂനെ എല്ലാ സെൻറ്ററിലും ഞാൻ ഒരു ക്ലിക്കിൽ തന്നെ എല്ലാ സെൻറ്ററിലും പോയി ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവൈലബിലിറ്റി ഉള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്നാണ് ബുക്കിംഗ്, ഏത് ഡേറ്റിലാണ് ബുക്കിംഗ് വരുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇത് ബാംഗ്ലൂരിൻ്റെ ഒരു
പേജിലാണ് ഞാൻ നിൽക്കുന്നത്. ബാംഗ്ലൂർ എന്നൊക്കെയാണ് എക്സാം ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഇതുപോലെ ഇത് അറിയത്തില്ലാത്ത സ്റ്റുഡൻസിനും സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കി തന്നെ കാണാവുന്ന കേസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റ് സെൻറ്റേഴ്സ്, കോഓപ്പറേറ്റീവ്സ് ആയിട്ടുള്ള 4 സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ചണ്ഡീഗറിൽ മാത്രമായിരിക്കും B1 വരെയാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള സെൻറ്റേഴ്സിലെല്ലാം B1 B2 C1 വരെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ വേ ഓഫ് ബുക്കിംഗ് പ്രോസസ്സ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേറ്റഡ് ആവേണ്ടയോ ടെൻഷൻ അടിക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാം. ഇനി അടുത്തൊരു വേറൊരു ടിപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് കസ്റ്റമർ ID, അതായത് നിങ്ങൾ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇതുപോലെ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ID ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും, കസ്റ്റമർ ID. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ജസ്റ്റ് IDയും പാസും കൊടുത്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലോട്ട് എൻട്രി കിട്ടും. നിങ്ങൾ ആ മുമ്പേ ചെയ്ത ഡീറ്റെയിൽസ് ഒന്നും എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട മൊഡ്യൂൾ നിങ്ങൾക്ക് ഓർഡർ ടു സബ്ജക്റ്റ് കൊടുത്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി, നിങ്ങളുടെ സീറ്റ് കൺഫേം ആണ്. അപ്പോൾ നിങ്ങളുടെ മെയിൽ IDയിലോട്ട് ഒരു മെയിൽ വരും. ആ മെയിലിൽ നിങ്ങളുടെ കൺഫർമേഷൻ PDF മുതലായിട്ടുള്ള നിങ്ങളുടെ വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു ബുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബുക്കിംഗ് ഏകദേശം 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഈ ഇൻ്റർഫേസ് കണ്ടപ്പോൾ നിങ്ങളുടെ ബുക്കിംഗ് കൺഫേം ആയി. ചിലപ്പോൾ ഈ ഇൻ്റർഫേസ് വരില്ല, ചിലപ്പോൾ എന്തെങ്കിലും ബഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ മെയിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെയർ ആയിട്ടുള്ള കാര്യങ്ങളും ആ മെയിലിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു വീഡിയോയിൽ ബുക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ചെന്നൈ B1 വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. മറ്റുള്ള ഏജൻസിൻ്റെ ഇപ്പോൾ ഒത്തിരി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ആരും സീറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റും. ഇതിപ്പം ഇതുപോലെ തന്നെ ഇനിയിപ്പം മറ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോലെ, നമ്മൾ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ച പോലെ, നമ്മൾ അടുത്തതായിട്ട് ട്രാവലിംഗ് ബുക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ അക്കോമഡേഷനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്, അതിൻ്റെയും എല്ലാം ഡീറ്റെയിൽഡായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതികൾ കാരണം നമുക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. നമ്മൾ അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പക്കയായിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ബട്ട് നമ്മൾ ഫോണിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഫോൺ യൂസ് ചെയ്തായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫുൾ കാര്യങ്ങളും ഫോണിൽ തന്നെ കാണിച്ചു തന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ബുക്കിംഗ് പ്രൊസീജിയറിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം, നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഓരോ സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായാലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇവിടെ ആളുണ്ട്. സോ ഡോണ്ട് വറി. അതുപോലെ നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടൻറ്റ് മേക്കേഴ്സും ഒന്നും അല്ല യൂട്യൂബിൽ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. നമുക്ക് ഇത് ഫോണിൽ തന്നെ ഇത് കാണിച്ചു തരണം. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും ഫോണിലായിരിക്കുമല്ലോ സ്റ്റുഡൻസ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോണിൽ തന്നെ കാണിച്ചത്. ഇതിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കുറച്ച് പാട്ടും അതൊക്കെ കയറ്റി സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ടല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് ടൈം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെ ബുക്ക് ചെയ്യണം, ഏത് രീതി ബുക്ക് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇതിൻ്റെ അകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അല്ലാണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് അറിയത്തില്ലാത്ത സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. പുതുതായിട്ട് പഠിച്ചിറങ്ങി വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. എന്തായാലും ഏതെങ്കിലും ഒരു ഏരിയയിൽ അവർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുക്ക് ചെയ്യാനുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം, അത് ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു വീഡിയോ സൂൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അടുത്തായിട്ട് നമ്മൾ പാർട്ട് 2 കൊച്ചി ട്രിവാൻഡ്രം പോലുള്ള സെൻറ്റേഴ്സിലെയും കോയമ്പത്തൂർ ഹൈദരാബാദിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ട്രാവലിങ്, ഓൾറെഡി പറഞ്ഞ പോലെ ട്രാവലിംഗ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ്, ഇതുപോലെയുള്ള കാര്യങ്ങളെയും അക്കോമഡേഷൻ, റെയിൽവേ സ്റ്റേഷനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ.